കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യയാണ്. അതായത് കാലഭൈരവ ദർശനം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നടന്നേ ഇപ്പോൾ തൽക്കാലം വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 50 രൂപയോ 20 രൂപയോ ഒക്കെ ഓട്ടോയ്ക്കോ നമ്മുടെ സൈക്കിൾ റിക്ഷ ഇവിടെ ധാരാളം കിട്ടും. സൈക്കിൾ റിക്ഷയിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ ഇപ്പോൾ ഇത്ര തിരക്കായത് കാരണം തന്നെ അതൊന്നും സാധിക്കില്ല. അതിഭയങ്കരമായ തിരക്കാണ്. തിരക്കും പലയിടത്തും ബ്ലോക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാലേ നമുക്കിങ്ങനെ കാല് ഇങ്ങനെ വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നടക്കാമെന്നുള്ളതേ ഉള്ളൂ. ധാരാളം ഒഫീഷ്യൽസ് നമുക്ക് ഗൈഡൻസിനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ദർശനം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് തിരക്കുണ്ട് എന്നല്ലേ ഉള്ളൂ. തിരക്കുണ്ട്, നമുക്ക് ഓടി വന്നങ്ങ് തൊഴുതങ്ങ് പോകാൻ പറ്റില്ല എന്നുള്ളൂ. കാരണം ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളെന്നൊക്കെ പറയുമ്പം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഒറ്റയ്ക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ വരാൻ ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ലേഡീസൊക്കെ വരാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ സോളോ ട്രിപ്പിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാം മനസ്സിലാക്കിയിട്ടേ വരാവും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് ഡൗട്ട് വന്നാലും നമ്മൾ ചോദിക്കേണ്ടത് ഒഫീഷ്യൽസിനോടായിരിക്കണം. പോലീസ് ഒഫീഷ്യൽസ് ധാരാളം പ്രോപ്പർ ഗൈഡൻസിനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഇവിടെ എല്ലാ ദിക്കിലുമുണ്ട്. ന്യൂക്ക് ആൻഡ് കോർണേഴ്സ് അവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചെറിയ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഓട്ടോയും അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷയും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതെടുക്കാം. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോൾഡ് ഒന്നും ഇട്ടുകൊണ്ടുവരും. യാതൊരു തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ളതും കൊണ്ടുവരാൻ പാടില്ല. പൈസയൊക്കെ ഗൂഗിൾ പേയിലൂടെ കാര്യം നടക്കും. ഇന്ന് തന്നെ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കാതെ കൊണ്ടുവന്ന കാശ് മുഴുവൻ അവിടെ പ്രയാഗ്രാജിൻ്റെ കോട്ടേജിൻ്റെ സെറ്റിൽമെൻറ്റിന് ഞാൻ കൊടുത്തുപോയി. അത് വേണ്ടിയിരുന്നില്ല. അവിടെ ഗൂഗിൾ പേ ചെയ്യാമായിരുന്നു. വെറുതെ ക്യാഷ് കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൊടുത്ത് തീർത്താണ്. കൊടുത്തിപ്പോൾ അതങ്ങ് തീർന്നുപോയി. പിന്നെ എടുക്കാൻ മാർഗ്ഗമില്ല. ഞാൻ കാർഡ് എടുക്കാനും വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫോണിൽ മാത്രമേ കാശുള്ളൂ. എന്ത് ചെയ്യും? അങ്ങനെയും നമ്മൾ പേടിക്കണ്ട. കാരണം അതിലും ഇന്ന് എനിക്കൊന്ന് സൊല്യൂഷൻ ഉണ്ടായി. ഏതെങ്കിലും കടകളിൽ നമുക്ക് ചോദിച്ചിട്ട് അവർക്ക് നമുക്ക് പൈസ GPay ചെയ്ത് കൊടുത്ത് അവരോട് വാങ്ങും. അതൊക്കെ റിസ്ക് ഒന്നും അല്ല കേട്ടോ. അത് നമ്മൾക്കും കൂടി ഒരു ബോധ്യമാണ്. അതാണ് പറഞ്ഞാൽ നമുക്കൊരു 6th സെൻസ് നമുക്ക് വർക്കൗട്ട് ആവണം. ഓരോ കാര്യങ്ങൾ കാണുമ്പം അതെങ്ങനെ നമുക്കൊന്ന് അസസ് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ വിഷമങ്ങളൊന്നുമില്ല. ഓരോരുത്തർ കൈ കാണിച്ചുകൊണ്ട് പോകുക. അതുകൊണ്ട് അവർക്ക് ഒരു ഹായ് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരക്കുണ്ട്. അപ്പോൾ സോളോ ട്രിപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. ധൈര്യമായിട്ട് ചെയ്യാം. സോളോ ട്രിപ്പുകാർക്ക് പ്രത്യേകിച്ച് ലേഡീസിന് ഒരു സിംഗിൾ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദിസ്. നോ വറീസ്. എക്സാക്ട്ലി നോ വറീസ്. നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് കാര്യം ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും അത്ര ഡേഞ്ചറസ് സ്ഥലങ്ങളൊന്നുമല്ല. കുംഭമേളയിലാണ് പോകുന്നതെങ്കിൽ പോലും അവിടെ അക്കോമഡേഷൻ ഇല്ലെങ്കിലും അവിടെ വന്ന് ഓരോയിടത്തുനിന്നായിട്ട് 1-2 ഒന്ന് ചോദിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ചോദിച്ചെടുക്കാം. ഇന്നിപ്പം ഞാൻ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സംഗമസ്ഥാനത്ത് 200 രൂപയ്ക്ക് യാത്ര കുറച്ച് പേര് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ കർണാടകയിലുള്ളവരാണ്. അപ്പോൾ കാലഭൈരവ ദർശനത്തിൽ ഞങ്ങൾ ലൈനപ്പായിട്ട് നിൽക്കുമ്പോൾ